കൊരിന്ത്യർക്കെതിരെ ലേഖനം 1 കൊരിന്ത്യർ അതിന്റെ 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. സ്തോത്രം. കൊരിന്ത്യർക്കെതിരെ 1-ാമത്തെ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന് 5-ാം വാക്യം. ഓക്കെ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിലും ഞാൻ പറയുന്ന ഒരു വാക്കാണ് നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. അതിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്കെന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. 4 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് ദൈവം പുറത്തേക്ക് കൊണ്ടുവരുന്നു. മരുഭൂമിയിലൂടെ നടത്തുന്നു. മോശെ അതിനുവേണ്ടി ദൈവം വിളിക്കുന്നു. വിളിച്ച് മോശെ അവിടേക്ക് അയക്കുന്നു. ജനത്തെ പുറത്തേക്ക് എടുക്കുന്നു. മരുഭൂമിയിലൂടെ ദൈവം അവരെ നടത്തിക്കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. ദൈവം വിളിച്ചിറക്കിയ, ദൈവം പിടിച്ച് അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ജനം. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഹല്ലേലൂയ. സ്തോത്രം. വളരെ വിചിത്രമായി തോന്നുന്നുണ്ട്. കാരണം ദൈവം പുറത്തു കൊണ്ടുവന്ന ആൾക്കാരാണ്. അവരെ പ്രോമിസ് ചെയ്ത ലാൻഡിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. ഇതിനിടയിലുള്ളവർ 40 വർഷക്കാലം ഇതിലുള്ള മിക്ക പേരിൽ നമുക്കറിയാം, അതിലുള്ള ആ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന ജനത്തിൽ മോസ്റ്റ് ഓഫ് ദ, അതായത് അതിൽ സ്വാഭാവിക മരണത്തിലല്ലാതെ മരണപ്പെടാത്ത എല്ലാവരും എന്ന് വെച്ചാൽ ആ കൂട്ടത്തിലുള്ള സ്വാഭാവികമായിട്ട് മരിക്കാത്ത അവിടെ നിന്ന് പുറപ്പെട്ടു പോയ ജനത്തിൽ ആരും മിസ്രൈമിൽ കയറിയില്ല. അല്ലാത്തൊരു പോട് അവർ കുറ്റമല്ല, സ്വാഭാവിക മരണങ്ങളാണ്. അല്ലാതെ ആരും മിസ്രൈം മോശം കാലം ഒഴികെ ആരും കയറിയില്ല. കാരണം മിക്ക പേരും പട്ടുപോയി. അവരെ ദൈവം ആ, തള്ളിയിട്ട് കളഞ്ഞ മരുഭൂമിയിൽ. കാരണം ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ടാണ് ദൈവം പ്രസാദിക്കാൻ അവരിൽ? സ്തോത്രം. വിളിച്ചു വേർതിരിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനാൽ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് പുറത്തെടുക്കപ്പെട്ട നാം ഓരോരുത്തരും, ഹല്ലേലൂയ, ജീവിത യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവം പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. സെയിം ഇവിടെ സംഭവിച്ചു തന്നെയാണ്. അവരെ ദൈവം മിസ്രയീമിൽ നിന്ന് പുറത്തെടുത്തു. ഞാൻ ഇപ്പൊ രക്ഷിക്കപ്പെടുന്നവരോടാണ് പറഞ്ഞത്. രക്ഷിക്കപ്പെടുന്ന ആൾക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരോടാണ് പറഞ്ഞത്. രക്ഷിക്കപ്പെടാത്ത ആൾക്കാരോട് ഇത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ദൈവം അവരെ പുറത്തെടുത്തു. മിസ്രൈം പ്രോമിസ് ലാൻഡിലേക്ക് പോകുന്ന വഴിക്ക് ഇവർക്ക് ആർക്കും ദൈവത്തിൽ പ്രസാദം നേടുവാൻ കഴിഞ്ഞില്ല. അവരെല്ലാം നശിച്ചു പോയി. സ്തോത്രം. അതിന്റെ കാരണം നമുക്ക് നോക്കാം. അധികം കാരണം ഒന്നും പറയുന്നില്ല. ജസ്റ്റ് അതിന്റെ ഒന്ന് വായിച്ചു വിടാൻ മാത്രമേ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചാൽ നമുക്ക് ആർക്കും അത് അറിയാൻ കഴിയും. സ്തോത്രം. ഒന്നാമത്തെ കാര്യം 6-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടത് തന്നെ. അവരുടെ ദുർമോഹമായിരുന്നു ഒന്നാമത്തെ കാരണം. ദുർമോഹം, ദ ലിസ്റ്റ് ഈവിൾ തിങ്സ്. അല്ല, അവര് വെച്ചാൽ മോഹിക്കാം. മോഹം മീൻസ് ദോഷമായ മോഹങ്ങളൊന്നും പാടില്ല. ആഗ്രഹിക്കാം. പക്ഷെ ഇവിടെ അവരുടെ മോഹം എന്ന് വെച്ചാൽ അത് ലസ്റ്റ്ഫുൾ ആയിരുന്നു, അതായത് ദുർമോഹമായിരുന്നു. അവർ മോഹിക്കേണ്ടത് മോഹിച്ചില്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടതല്ല ആഗ്രഹിച്ചത്. അവർ ആഗ്രഹിക്കേണ്ടാത്ത കാര്യങ്ങളെ, ഈവിൾ തിങ്സ് അവർ ആഗ്രഹിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം അവരുടെ ദുർമോഹമായി. ഞാൻ അതിന് പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുടെ കാര്യങ്ങളും നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ, പക്ഷെ ഓരോന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ദുർമുഖങ്ങളായിരുന്നു ഒന്നാമത്തെ കാരണം. ദുർമുഖങ്ങളെ അവർക്ക് ദുർമുഖികളായിരുന്നു. അതുകൊണ്ട് ദൈവം സാധിച്ചില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ വിഗ്രഹാരാധികളായിരുന്നു. വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ദൈവത്തിനകത്ത് നല്ല ആരാധനയാണ്. നമുക്ക് കർത്താവിൽ നമ്മളെ അകറ്റി നിർത്തുന്ന നല്ല വിഗ്രഹാരാധനയാണ്. അതായത് ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ എന്തിന്റെ പുറകെ പോയാൽ അത് വിഗ്രഹാരാധനയാണ്. നമുക്കറിയാം, മരുഭൂമിയിൽ വെച്ച് അബ്രഹാം നേതൃത്വം കൊടുത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കി നമുക്കറിയാം. അന്നും കുറെ പേർ ദൈവം കുറെ എണ്ണം മരിച്ചു, കൊന്നു എന്ന് പറയാം. അപ്പൊ വിഗ്രഹാരാധന രണ്ടാമത്തെ കാര്യം. ഒന്നാമത് ദുർമോഹം, രണ്ടാമത്തെ വിഗ്രഹാരാധന, മൂന്നാമത്തേത് പരസംഗം ചെയ്തു. ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞത് ഫോർണിക്കേഷൻ ആണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഫോർണിക്കേഷൻ ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തെ വിട്ട് ബൈബിളിൽ ഈ പരസംഗം എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ കാണുമ്പോൾ ദൈവത്തെ വിട്ട് മാറിപ്പോകുന്ന മറ്റ് ചിലതിനെ ആരാധിക്കുന്ന അവസ്ഥയെ ഫോർണിക്കേഷൻ, ഈ പരസംഗം ചെയ്ത് പറയാം. അവിടെ വ്യക്തമായിട്ട് പിന്നെ ഫോർണിക്കേഷൻ തന്നെ പറയും, വിചാരം എന്ന് തന്നെ പറയും. പക്ഷെ ബൈബിളിൽ പല കാര്യങ്ങൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ പരസംഗം എന്ന് പറയുമ്പോൾ ദൈവത്തെ വിട്ടുമാറി മറ്റ് ചിലതിനെ ആഗ്രഹിക്കുന്ന, ആരാധിക്കുന്ന ചില അവസ്ഥകളെ പരസംഗം എന്ന് പറയാറുണ്ട്. നമുക്ക് അങ്ങനെ ഇതിനെ എടുക്കാം. നമ്മളാരും ഇത് പറഞ്ഞ പോലെ ചെയ്യുന്നവരല്ല. സ്തോത്രം. അപ്പോ അങ്ങനെ ആ ഒരു അവസ്ഥ നമുക്ക് ഇതിനെ എടുക്കാം. അതായത് ദൈവത്തിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിൽ അകന്നു പോകത്തക്ക വിധത്തിൽ മറ്റു ചില കാര്യങ്ങളെ ചെയ്യുന്ന ഒരു അവസ്ഥ, അതിനെ പരസംഗം എന്ന് പറയാം. സ്തോത്രം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവരിൽ ചില പരീക്ഷിച്ചും സർപ്പങ്ങളെ നശിച്ചു പോയതുപോലെ ദൈവത്തെ പരീക്ഷിക്കുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
ദൈവത്തെ പരീക്ഷിച്ചു. സ്തോത്രം, ഹാലലൂയ. ദൈവത്തോട് ആ, ദൈവത്തിനെ അവർ ടെസ്റ്റ് ചെയ്തു. ഹാലലൂയ. നമ്മള് എന്താ പറയുന്നത്, നമ്മൾ ഈ പുതിയ നമുക്ക് വായിക്കുമ്പോൾ അതിൽ പറയുന്ന ദൈവമായ കർത്താവെ പരീക്ഷിക്കുക, ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു വാക്യം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ നമുക്കറിയാൻ ഒത്തിരി ആഗ്രഹമാണ്, പക്ഷെ ആ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തു. പ്രത്യേകിച്ച് ഇത്തരം ചില അവസ്ഥ മരുഭൂമിയിലൂടെ അവർ ദീർഘകാലം സഞ്ചരിക്കുകയും അവർക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ ഡാമേജും ചെയ്തു കഴിഞ്ഞു. ദുർമോഹം, വിഗ്രഹാരാധന, പരസംഗം, അതോടൊപ്പം ദൈവത്തെ പരീക്ഷിക്കുന്ന അവസ്ഥകളോട്, പരീക്ഷിക്കുന്ന ചില സ്വഭാവങ്ങൾ അവർക്കുണ്ടായിരുന്നു. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ പിറുപിറുത്തു. സ്തോത്രം. ഈ നമ്മൾ പിറുപിറുക്കാന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കംപ്ലൈന്റ് പറയുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. കംപ്ലൈന്റ് പറഞ്ഞ പിറുപിറുപ്പല്ല ദൈവമക്കളെ. സ്തോത്രം. കംപ്ലൈന്റ് എന്ന് പറഞ്ഞ പിറുപിറുപ്പല്ല. ദൈവത്തോട് മറുതലിക്കുക എന്നുള്ളത് പിറുപിറുപ്പ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ചില വ്യവസ്ഥകളോട് മറുതലിച്ച് നിൽക്കുക, ദൈവം ചിന്തിച്ചിരിക്കുന്ന ചില ദൈവത്തിന്റെ പ്രിൻസിപ്പിൾസിനോട് മറുതലിക്കുക, അതിനെ ഈ പിറുപിറുപ്പ് എന്ന് പറഞ്ഞാൽ അതിനോട് നമ്മൾ മറുതലിച്ചിരുന്ന അതിനെ കുറ്റം പറയുക, അതിനെ മാറി നമ്മൾ അതിനെ ദ്വേഷിക്കുക. ഒരിക്കലും നമ്മൾ ദൈവത്തോട് നമ്മുടെ അവലാതി പറഞ്ഞ പിറുപിറുപ്പല്ല, നമ്മുടെ വിഷമം പറഞ്ഞ പിറുപിറുപ്പല്ല, നമ്മൾ ദൈവസ്ഥനിൽ പോയിരുന്ന് ഒന്ന് ദേഷ്യപ്പെടുന്ന പിറുപിറുപ്പ്, അതൊന്നും നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങൾ നടന്നു കിട്ടിയില്ല, നമുക്ക് ചില വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും, നമ്മുടെ ദൈവസ്ഥനിൽ പോലും കർത്താവ് അങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത് പിറുപിറുപ്പൊന്നുമല്ല. അങ്ങനെ പേടിച്ചൊന്നും നമ്മൾ അതിനെ ചെയ്യാതിരിക്കരുതെന്ന് നമ്മുടെ അപ്പന്മാരോട് പറയാറില്ലേ, അമ്മമാരോട് പറയാറില്ലേ, നമ്മൾ ചെന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ അവരാതി പറഞ്ഞിട്ടില്ലേ, നമ്മൾ ദേഷ്യപ്പെട്ടിട്ടില്ലേ? എന്തിനാ ദേഷ്യപ്പെടുന്നത്? അവരോട് ദേഷ്യം കൊണ്ടാണോ? അല്ല, അത് നമുക്ക് ദേഷ്യമുണ്ടൊന്നുമല്ല, നമ്മുടെ ചില വിഷമങ്ങളുടെ പുറത്തുണ്ടാകുന്ന ഇമോഷണൽ എക്സ്പ്രഷൻ ആണത്. അങ്ങനെ തെറ്റൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പക്ഷെ ദൈവത്തോട് മറുത്ത് നിൽക്കുക തന്നെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. അത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല, അത് ചെയ്യാൻ പാടില്ല. അപ്പോ ഇത്രയും കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ് അവർ ചെയ്തത്. ഇതുകൊണ്ട് ദൈവം അവരിൽ പ്രസാദിച്ചില്ല. എന്തു പറ്റും? എല്ലാവരും നശിച്ചുപോയി. അപ്പൊ എന്റെ പോയിന്റ് ഇതാണ്, ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ സ്നാനപ്പെട്ടവരാണ്, ദൈവത്താൽ വേദനിക്കപ്പെട്ട ദൈവത്തിന്റെ പാത സഞ്ചരിക്കുന്നവരാണ്. അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ ജീവിക്കുന്ന ജീവിതം നമുക്കെല്ലാം ഉണ്ട്, നമുക്ക് ലഭിക്കേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു തവണ ഒറ്റ ചോദ്യം, ഒരു ചിന്ത, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമാണോ നമ്മൾ ഇടയ്ക്കൊന്ന് ചിന്തിക്കണം. ഹാലലൂയ. ഇവിടെ നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് വായിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമില്ലായിരുന്നു, പക്ഷേ ദൈവമാണ് വിളിച്ചിറക്കിയ, ദൈവം അവരെ മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ട് വരികയായിരുന്നു, അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തുകൊണ്ടേയിരുന്നു. എങ്കിലും ദൈവം അവരിൽ പ്രസാദിച്ചില്ല. ഹാലലൂയ. നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ദൈവം നമ്മളെ വിളിച്ചിറക്കി, നമ്മൾ നമ്മുടെ ആ പ്രോമിസ് ലാൻഡിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതം നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മൾ നമ്മളെ തന്നെ നോക്കേണ്ടത് ആവശ്യമാണ്. എന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ? പ്രസാദമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ? ഓഫ്കോഴ്സ് ഞാൻ ജീവിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും എന്റെ പ്രോമിസ് ലാൻഡിലേക്ക് എത്തുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ വലിഞ്ഞു കയറി ചെല്ലുന്നതായി മാറുക. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ അവിടെ ചെന്ന് കയറുക എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകും. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമാണ് നയിക്കുന്നത് ഒരു ചോദ്യം ദിവസങ്ങൾ നമുക്ക് തന്നെ നമ്മളോട് ചോദിക്കും. അങ്ങനെയുള്ള ഒരു ആത്മീയ യാത്രയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് രക്ഷിക്കപ്പെട്ടവരോടാണ്. സ്തോത്രം, ഹാലലൂയ. അങ്ങനെ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ, അങ്ങനെ ഒരു ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ തക്കാനുള്ള ആഗ്രഹം നമ്മുടെ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ അല്ലെന്നല്ല, പക്ഷേ അങ്ങനെ ആണോ എന്നൊരു ചോദ്യം നമ്മുടെ ദിവസങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ ആത്മീയ ജീവിതത്തിന്, നമ്മുടെ ഹ്യൂമൻ ബീങ് എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിന്, അതുപോലെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളർച്ച ഉണ്ടാകാനൊക്കെ ഈ ചോദ്യം നമ്മളെ സഹായിക്കും. സ്വയം തിരിച്ചറിവ്, സ്വയം ശോധന ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ ഇതൊന്ന് ലിറ്ററലി നമ്മൾ ചെയ്യുന്നവരാണെന്ന് ഞാൻ പറയുന്നത്, പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇതിന്റെ ഒരു എന്ത് പറയുന്നത് ഫ്ലേവർ കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഒരു ചോദ്യം, ഒരു തിരിഞ്ഞോട്ടമുള്ള എപ്പോഴും നല്ലതാണ്. സ്തോത്രം. നമ്മളെ ശോധന ഈ ദിവസങ്ങളിൽ അത് ഉണ്ടെങ്കിൽ മാറ്റം കിട്ടുന്ന ദൈവം നിങ്ങൾ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഞാൻ വാക്കുകൾ നോക്കുന്നു. ദൈവം നിങ്ങൾ സഹായിക്കുമാറാകുമെന്ന് നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ ചേരാനുള്ള സമയമാണ്. ഞാൻ സമയത്തെ ദൈവം നിങ്ങൾ സഹായിക്കുമാറാകട്ടെ.